എൻ്റെ അച്ഛന് 70 വയസ്സായി. പക്ഷേ ഇന്നലെ രാത്രി അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വരുത്തി. മകനെ, ഞാൻ ഇനി നിങ്ങളുടെ ഭാരമാകുന്നില്ലേ? എൻ്റെ മരുന്നുകൾക്കായി മാസം 15,000 രൂപ ചിലവാകുന്നു. എൻ്റെ കാലുകൾ വേദനിക്കുന്നു. രാത്രി ഉറക്കം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ നിസ്സഹായത കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ആരെങ്കിലുമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ അനുഭവമുണ്ടോ? ഡയബറ്റിസ്, മുട്ടുവേദന, BP, ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ്, 40 കഴിഞ്ഞാൽ നമ്മളെ വേട്ടയാടാൻ വരുന്ന ഈ രോഗങ്ങൾ. പക്ഷേ എന്താണെന്നറിയാമോ? 2500 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ പറഞ്ഞ ഒരു കഥയിൽ ഈ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം ഒളിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ പൂർവികർ ആയിരക്കണക്കിന് വർഷങ്ങളായി പിന്തുടരുന്നിരുന്ന ആയുർവേദ രഹസ്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുന്നത്. ഒരിക്കൽ ബുദ്ധൻ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുകയായിരുന്നു. അവിടെ അദ്ദേഹം കണ്ടത് 2 പ്രായമായ മനുഷ്യരെ. ഒരാൾക്ക് 70 വയസ്സ്. പക്ഷേ അദ്ദേഹം വളഞ്ഞു നിൽക്കുന്നു, വേദനയോടെ നടക്കുന്നു, മുഖത്ത് ഒരു ചുളിവുമില്ലാത്ത സ്ഥലമില്ല. മറ്റൊരാൾക്കും 70 വയസ്സ്. പക്ഷേ അദ്ദേഹം നിവർന്നു നിൽക്കുന്നു, ചടുലമായി നടക്കുന്നു, മുഖം തിളങ്ങുന്നു, കണ്ണുകളിൽ ജീവൻ. ബുദ്ധന്റെ ശിഷ്യൻ ആനന്ദ് ചോദിച്ചു, ഗുരുവേ, ഈ 2 പേർക്കും ഒരേ പ്രായം, പക്ഷേ ഒരാൾ വൃദ്ധനെപ്പോലെയും മറ്റൊരാൾ യുവാവിനെപ്പോലെയും കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആനന്ദ, പ്രായം നമ്മുടെ ശരീരത്തിലല്ല, അത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലാണ്. ഒരാൾ തൻ്റെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ പരിപാലിച്ചു, മറ്റൊരാൾ അത് അവഗണിച്ചു. ഫലം നിങ്ങൾ കാണുന്നു. പിന്നെ ബുദ്ധൻ പറഞ്ഞത് ഇന്നത്തെ ശാസ്ത്രവും സമ്മതിക്കുന്ന 7 മഹാരഹസ്യങ്ങളാണ്. രഹസ്യം 1: പ്രഭാതജലം, ജീവിതാമൃത്. ബുദ്ധൻ പറഞ്ഞു, ഉഷസ്സിൽ ഉണരുമ്പോൾ ജലമാദ്യം ഗ്രഹിക്കുക. ഇതിനെ ആയുർവേദത്തിൽ പറയുന്നത് ഉഷപാനം എന്നാണ്. ശാസ്ത്രീയ വസ്തുത: ജപ്പാനിലെ ടോക്കിയോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ ഗവേഷണമനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് ശൂന്യവയറ്റിൽ 640 ml വെള്ളം കുടിക്കുന്നവർക്ക് ഡയബറ്റിസ് സാധ്യത 58% കുറയുന്നു, കിഡ്നി രോഗങ്ങൾ 42% കുറയുന്നു, ഹൃദ്രോഗ സാധ്യത 35% കുറയുന്നു. എങ്ങനെ ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കാതെ തന്നെ 2-3 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം പതുക്കെ കുടിക്കുക. 45 മിനിറ്റ് കഴിഞ്ഞു മാത്രം ഭക്ഷണം. ഒരു 62 വയസ്സുകാരി എന്നോട് പറഞ്ഞു, സർ, 30 വർഷമായുള്ള മലബന്ധം 2 മാസം കൊണ്ട് മാറി. ഇപ്പോഴെൻ്റെ ചർമ്മം തിളങ്ങുന്നു. രഹസ്യം 2: ത്രിഫല, പ്രകൃതിയുടെ സമ്പൂർണ്ണ മരുന്ന്. ബുദ്ധൻ പറഞ്ഞു, 3 ഫലങ്ങളുടെ ശക്തി 100 രോഗങ്ങളെ പരാജയപ്പെടുത്തും. ഹരിതകി, വിവിധകി, ആമലകി. ഈ 3 ഫലങ്ങൾ ചേർന്നതാണ് ത്രിഫല. ശാസ്ത്രീയ തെളിവുകൾ: അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പഠനം: ത്രിഫലയിലെ ആൻറ്റി ഓക്സിഡന്റുകൾ ക്യാൻസർ സെല്ലുകളെ 80% വരെ നശിപ്പിക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ: ത്രിഫല കൊളസ്ട്രോൾ 23% കുറയ്ക്കുന്നു. ലിവർ എൻസൈമുകൾ സാധാരണ നിലയിലാക്കുന്നു. എങ്ങനെ ഉപയോഗിക്കാം? രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക. രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക. ഒരു 28 വയസ്സുകാരൻ എന്നോട് പറഞ്ഞു, സർ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വയർ ഇത്ര ക്ലിയർ ആകുന്നത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴെനിക്ക് നല്ല എനർജിയുണ്ട്. രഹസ്യം 3: സൂര്യ നമസ്കാരം, യൗവനത്തിൻ്റെ താക്കോൽ. ബുദ്ധൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, ശരീരം നിശ്ചലമായാൽ മരണം അടുത്തുവരുന്നു. ചലനമാണ് ജീവിതം. ശാസ്ത്രീയ വസ്തുത: ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ പഠനം 2019. 12 സൂര്യ നമസ്കാരം സമം 30 മിനിറ്റ് വ്യായാമം. എല്ലാ 360 മസിലുകളും സക്രിയമാകുന്നു. ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുന്നു. 70 വയസ്സുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സർ, എനിക്ക് 15 വർഷമായി മുട്ടുവേദന. ഡോക്ടർമാർ സർജറി പറഞ്ഞു. പക്ഷേ 6 മാസം പതുക്കെ സൂര്യ നമസ്കാരം ചെയ്തപ്പോൾ വേദന 70% കുറഞ്ഞു. ഇപ്പോൾ ഞാൻ സർജറി വേണ്ടെന്ന് വച്ചു. തുടക്കക്കാർക്ക് മാർഗനിർദ്ദേശം: ആദ്യം 3-4 എണ്ണം മാത്രം ചെയ്യുക. ശ്വാസോച്ഛ്വാസം ശരിയായി പിന്തുടരുക. പതുക്കെ എണ്ണം കൂട്ടുക. രഹസ്യം 4: ഹൽദിപാൽ, സ്വർണ്ണപാനീയം. ബുദ്ധൻ പറഞ്ഞു, പ്രകൃതിയിൽ നിന്നുള്ള സുവർണ മൂലകം എല്ലാ വേദനകളെയും ഇല്ലാതാക്കും. UCLA യൂണിവേഴ്സിറ്റി പഠനം: മഞ്ഞളിലെ കുർക്കുമിൻ ആൽഷിമേഴ്സ് സാധ്യത 50% കുറയ്ക്കുന്നു. നേച്ചർ ജേണൽ 2020. കുർക്കുമിൻ ആർത്രൈറ്റിസ് വേദന ഐബുപ്രോഫൻ പോലെ തന്നെ കുറയ്ക്കുന്നു.
ഇമ്മ്യൂണിറ്റി 300% വർദ്ധിപ്പിക്കുന്നു. സ്വർണ്ണപാൽ എങ്ങനെയുണ്ടാക്കാം? ഒരു ഗ്ലാസ് പശുവിൻ പാൽ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ കഷ്ണം കുരുമുളക്, കുർക്കുമിൻ അബ്സോർപ്ഷൻ 2000% കൂട്ടുന്നു. അല്പം തേൻ. രാത്രി കിടക്കുന്നതിനു മുൻപ് കുടിക്കുക. യഥാർത്ഥ അനുഭവം. 55 വയസ്സുള്ള ഒരു ടീച്ചർ. എനിക്ക് 10 വർഷമായി മുട്ടും കാൽമുട്ടും വേദന. 4 മാസം മഞ്ഞൾപ്പാൽ കുടിച്ചപ്പോൾ വേദന 80% മാറി. പെയിൻ കില്ലർ പൂർണ്ണമായും നിർത്തി. രഹസ്യം 5. മനസ്സിന്റെ യൗവനം. ബുദ്ധൻ പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം, ശരീരം ചെറുപ്പമാകണമെങ്കിൽ മനസ്സ് ആദ്യം യൗവനം നേടണം. അതിശയകരമായ ശാസ്ത്രം. യേൽ യൂണിവേഴ്സിറ്റി പഠനം. ദിവസേന 20 മിനിറ്റ് ധ്യാനം മസ്തിഷ്ക കോശങ്ങളുടെ വാർദ്ധക്യം 7.5 വർഷം മന്ദഗതിയാക്കുന്നു. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി. ധ്യാനം ചെയ്യുന്നവരുടെ ടെലോമിയേഴ്സ് വാർദ്ധക്യ മാർക്കറുകൾ 30% നീളം കൂടുതൽ. മെമ്മറിയും ഫോക്കസും 40% മെച്ചം. ലളിതമായ ധ്യാന സങ്കേതം. എല്ലാ ദിവസവും ഒരേ സമയം, ശാന്തമായ സ്ഥലം, കണ്ണുകൾ അടയ്ക്കുക, ശ്വാസത്തെ നിരീക്ഷിക്കുക. ഒന്നും ചിന്തിക്കാൻ ശ്രമിക്കരുത്. വരുന്ന ചിന്തകളെ കടന്നുപോകാൻ അനുവദിക്കുക. രഹസ്യം 6. ശരിയായ ഭക്ഷണക്രമം. 80-20 നിയമം. ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ വയറിന്റെ 4 ഭാഗത്തിൽ 3 ഭാഗം മാത്രം നിറയ്ക്കുക. ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് ആഹാരം, ഭക്ഷണം 2 ഭാഗം, ജലം 1 ഭാഗം, വായു 1 ഭാഗം. ശാസ്ത്രീയ അത്ഭുതം. ഒക്കിനാവ, ജപ്പാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 100 വയസ്സുകാർ ജീവിക്കുന്ന സ്ഥലം. അവർ പിന്തുടരുന്നത് ഹാരാ ഹാച്ചിബു. 80% മാത്രം കഴിക്കുക. ഗവേഷണം. അമിതഭക്ഷണം വാർദ്ധക്യം 40% വേഗത്തിലാക്കുന്നു. വേണം കഴിക്കാൻ. പച്ചക്കറികൾ. എല്ലാ ഭക്ഷണത്തിലും പകുതി പ്ലേറ്റ്. ഫലങ്ങൾ, പ്രത്യേകിച്ച് ബെറീസ്, ആപ്പിൾ. മുളപ്പിച്ച ധാന്യങ്ങൾ. നാടൻ ഗോതമ്പ്, ബ്രൗൺ റൈസ്. ഒഴിവാക്കേണ്ടത് മൈദ ഉൽപ്പന്നങ്ങൾ, അമിത എണ്ണ, പഞ്ചസാര, പാക്കറ്റ് ഭക്ഷണങ്ങൾ, അമിതമായ ഉപ്പ്. രഹസ്യം 7. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ബുദ്ധൻ പറഞ്ഞു, സൂര്യനോടൊപ്പം ഉയരുക, സൂര്യനോടൊപ്പം വിശ്രമിക്കുക. ശാസ്ത്രീയ വസ്തുത. നോബൽ സമ്മാന വിജയികളായ 3 ശാസ്ത്രജ്ഞർ തെളിയിച്ചത് രാത്രി 10 മണിക്ക് മുൻപ് ഉറങ്ങുന്നവർക്ക് ക്യാൻസർ സാധ്യത 40% കുറയുന്നു. രാത്രി 10 മണി മുതൽ 2 മണി വരെ ഗ്രോത്ത് ഹോർമോൺ പീക്ക് സമയം. ഈ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ വാർദ്ധക്യം വേഗത്തിലാകും. മികച്ച ഉറക്കത്തിന് രാത്രി 9:30 PM ഉറങ്ങുക. പ്രഭാതം 5:30 AM എഴുന്നേൽക്കുക. കിടക്കുന്നതിന് മുൻപ് 1 മണിക്കൂർ ഫോൺ, TV, ലാപ്ടോപ്പ് ഒഴിവാക്കുക. മുറി കൂളും ഇരുട്ടുമായിരിക്കണം. ബുദ്ധൻ തന്റെ കഥ അവസാനിപ്പിച്ചു പറഞ്ഞു, ആനന്ദ, യൗവനം എന്നത് പ്രായമല്ല, അതൊരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ എല്ലാ ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് നിങ്ങളുടെ 80 വയസ്സിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ കഥയിലേക്ക് മടങ്ങിവരാം. ആ രാത്രിക്ക് ശേഷം ഞാൻ ഈ 7 രഹസ്യങ്ങളും അദ്ദേഹവുമായി പങ്കിട്ടു. തുടക്കത്തിൽ അദ്ദേഹം വിശ്വസിച്ചില്ല. ഇത്ര ലളിതമോ? ഇത് പ്രവർത്തിക്കുമോ? പക്ഷേ നിരാശയിൽ അദ്ദേഹം ശ്രമിച്ചു. 6 മാസം കഴിഞ്ഞു. ഇന്നലെ അച്ഛൻ എന്നോട് പറഞ്ഞു, മകനെ, എനിക്ക് 20 വർഷം പ്രായം കുറഞ്ഞ ഫീലിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പരിശോധനയിൽ ബ്ലഡ് ഷുഗർ 180-ൽ നിന്ന് 110 BP 160/100-ൽ നിന്ന് 130/80 ശരീരഭാരം 8 കിലോ കുറഞ്ഞു. മരുന്നുകൾ പകുതിയായി. ഏറ്റവും പ്രധാനം, അദ്ദേഹത്തിൻ്റെ മുഖത്തെ പുഞ്ചിരി മടങ്ങി വന്നു. പക്ഷേ സാർ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ തുടങ്ങും? നിങ്ങളുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യ 30 ദിവസം ലെവൽ 1. രാവിലെ 2 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം. രാത്രി 1 ടീസ്പൂൺ ത്രിഫല. 10 മിനിറ്റ് നടത്തം അല്ലെങ്കിൽ 4 സൂര്യ നമസ്കാരം. രാത്രി 10 മണിക്ക് മുൻപ് ഉറങ്ങുക. 30-60 ദിവസം ലെവൽ 2. മഞ്ഞൾ പാൽ ചേർക്കുക. സൂര്യ നമസ്കാരം 8 കൂട്ടുക. 5 മിനിറ്റ് ധ്യാനം ആരംഭിക്കുക. ഭക്ഷണത്തിൽ പച്ചക്കറികളുടെ അളവ് കൂട്ടുക. 60-90 ദിവസം ലെവൽ 3. എല്ലാം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത് ജീവിത രീതിയാക്കുക. എന്നാൽ ഇതിനെല്ലാം ശാസ്ത്രീയ അടിത്തറയുണ്ടോ? മാസച്യൂസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റൽ 10 വർഷ പഠനം. ഈ 7 രഹസ്യങ്ങളും പിന്തുടരുന്ന 50 വയസ്സുള്ള പുരുഷൻ സ്ത്രീകൾ 65% വരെ ദീർഘായുസ്. രോഗങ്ങൾ 73% കുറവ്. ആശുപത്രി സന്ദർശനം 82% കുറവ്. മാനസിക സന്തോഷം 156% കൂടുതൽ. WHO 2023 റിപ്പോർട്ട്.
ജീവിതശൈലി മാറ്റങ്ങളിലൂടെ 80% വരെ ക്രോണിക് രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാം. നമുക്ക് സാമ്പത്തികമായി നോക്കാം. പാരമ്പര്യ മരുന്ന് ചികിത്സ പ്രതിമാസം 10,000 മുതൽ 15,000 രൂപ വരെ, വർഷം 1,20,000 മുതൽ 1,80,000 രൂപ വരെ. സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട്, സ്ഥിരമായ പരിഹാരം ഇല്ല. ആയുർവേദ രീതി: മഞ്ഞൾ 50 രൂപ മാസം, ത്രിഫല 200 രൂപ മാസം, മൊത്തം 300 മുതൽ 500 രൂപ മാസം, വർഷം 6,000 രൂപ. സൈഡ് ഇഫക്റ്റുകൾ ഇല്ല, ദീർഘകാല ആരോഗ്യം മെച്ചപ്പെടുന്നു. നിങ്ങൾ വർഷത്തിൽ 1,00,000 രൂപ സേവ് ചെയ്യുന്നു. തെറ്റുകൾ: തെറ്റ്, ഒന്നിച്ച് എല്ലാം തുടങ്ങുക. ശരി, ഓരോന്നായി ചേർക്കുക. തെറ്റ് 2, ഉടനടി ഫലം പ്രതീക്ഷിക്കുക. ശരി, കുറഞ്ഞത് 3 മാസം ക്ഷമയോടെ തുടരുക. തെറ്റ് 3, മരുന്നുകൾ പെട്ടെന്ന് നിർത്തുക. ശരി, ഡോക്ടറുടെ ഉപദേശപ്രകാരം പതുക്കെ കുറയ്ക്കുക. തെറ്റ് 4, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക. ശരി, നല്ല നിലവാരമുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. സുഹൃത്തുക്കളെ, ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടൂ. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ക്ഷേത്രമാണ്. അത് പരിപാലിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് 40 വയസ്സായാലും 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും വൈകിപ്പോയിട്ടില്ല. ഇന്നേ ദിനം തുടങ്ങുക, നാളെയല്ല, ഇന്ന്. നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു നോട്ട്ബുക്കിൽ നിങ്ങളുടെ യാത്ര രേഖപ്പെടുത്താൻ തുടങ്ങുക. ഈ 7 രഹസ്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്ത് തുടങ്ങുക. ഓർക്കുക, ആരോഗ്യമുള്ള മനുഷ്യൻ 1000 സ്വപ്നങ്ങൾ കാണുന്നു. രോഗിക്ക് ഒരു സ്വപ്നം മാത്രം: ആരോഗ്യം. ബുദ്ധൻ പറഞ്ഞ അവസാന വാക്കുകൾ: തന്നെ ആലംബമാക്കുക, തന്റെ ശരീരത്തിന്റെ സംരക്ഷകൻ താനാകുക. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ സന്തോഷകരമായ ആത്മാവിന് വസിക്കാൻ കഴിയൂ. നിങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്സും സമ്പൂർണ്ണ ആരോഗ്യവും നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻസിൽ പറയുക, നിങ്ങൾ ഏത് രഹസ്യം നാളെ മുതൽ തുടങ്ങും. നിങ്ങളുടെ ആരോഗ്യയാത്രയിൽ ഞാൻ കൂടെയുണ്ട്.